ഹാ, എന്താ മണം! ടേസ്റ്റും സൂപ്പർ. അങ്ങനത്തെ ഒരു ചൂടാന്നുള്ള ഈ കറിയും ചപ്പാത്തിയോ റൊട്ടിയോ കൂടി കെട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അല്ലേ? ഈ കറി ഉണ്ടാക്കാൻ ആകെ 10 മിനിറ്റേ വേണ്ടി കേട്ടോ. എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജിയാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾ വേവിക്കണം. 1 കപ്പ് ബീൻസ് നീളത്തിലാണ് കേട്ടോ അരിയുന്നത്. 1 കപ്പ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങും 1 കപ്പ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തിന്നായിട്ടാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ഒരുപാട് തിന്നല്ല, ഒരുപാട് തിക്കല്ല. ഇനി കോളിഫ്ലവർ 2 കപ്പ് കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് വെന്ത് കുഴയരുത്. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങണം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിന് പാകത്തിലുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലധികം ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഞാൻ നോർമലായിട്ടുള്ളൊരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഒനിയൻ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് തിന്നുമല്ല, ഒരുപാട് തിക്കുമല്ല, അതൊരു നോർമലായിട്ടാണ് കേട്ടോ ഇതിന് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ഒരുവിധം നമ്മുടെ ഒനിയനൊക്കെ സോട്ടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ജിഞ്ചറും ഗാർലിക്കും കൂടി ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിന് ഫ്ലേവർ കൂടും. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 കപ്പ് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഈ ടൊമാറ്റോ നന്നായി ഇതിലേക്ക് ഇടുന്നിട്ട് കുക്കാവണം. നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ കറി ഉണ്ടാക്കാൻ ആകെ ഞാൻ 10 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ സമയം. ഇതൊന്ന് ജസ്റ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് മാഷ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയും വെന്തുണ്ടാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ കറി മസാല പറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിലെ മസാലകൾ. ഇതിൽ നിങ്ങൾക്കിപ്പോൾ മീറ്റ് മസാലയാണ് വീട്ടിലുള്ള വെച്ചാൽ വേണമെങ്കിൽ മീറ്റ് മസാല ഉപയോഗിക്കാം. ഞാൻ മീറ്റ് മസാലയൊന്നും ഉപയോഗിക്കാറില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറിയിലെ ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ നല്ലൊരു ഈ കറിക്കൊരു പ്രത്യേക രുചിയും ടേസ്റ്റും കൊടുക്കും. അതിലേക്ക് കുറച്ച് കസൂരി മെത്തി നല്ലോണം ഇതുമാതിരി കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഫ്ലേവർ കുറച്ചും കൂടി കൂടും. അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിയും. ഇപ്പം ഇതാ നമ്മുടെ വെജിറ്റബിൾ വെന്തിട്ടുണ്ട് കണ്ടോ. അതിൽ വെള്ളത്തിൽ തന്നെ വെന്തിട്ടുണ്ട്. ആ വെജിറ്റബിളിനെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രീൻ കളർ പോവാത്ത വിധത്തിലാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടിക്കുന്ന ടേസ്റ്റിലാണ് ഞാൻ ഈ വെജിറ്റബിളിനെ വേവിച്ചെടുത്തത് കേട്ടോ. ഒരുപാട് വെന്ത് കുഴയരുത് വെജിറ്റബിൾ. ഇനി അതിനെ നന്നായി ഒന്ന് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്കിപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നാൽ വളരെയധികം ഹെൽത്തിയാണ്. ഇതിൽ നമ്മളധികം ഓയിലൊന്നും ചേർത്തിയിട്ടില്ല. എന്നാൽ എല്ലാ വെജിറ്റബിളും ഉണ്ട്. മിക്സായി വന്നപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനിയൊരു 5 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയിട്ട് കുറച്ച് ബട്ടർ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് അങ്ങനെ ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. 5 മുതൽ 10 മിനിറ്റ് വരെ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ആ വെജിറ്റബിളിലേക്ക് മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജി പോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഡ്രൈ കറിയാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇത്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ മണം ഇതൊക്കെ വരുമ്പോൾ തന്നെ എത്ര ചപ്പാത്തി വേണമെങ്കിലും കഴിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ഈ മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജിയുടെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.